നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ? അവർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു വ്യക്തിയെ കൂടുതൽ സ്നേഹിച്ച് ആ ഒരു വ്യക്തിയെ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമതായി, ആ വ്യക്തിയെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിന് യോഗ്യതയുള്ളതാണോ എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അതായത്, നിങ്ങളുടെ സ്നേഹം അത്രയും പ്രിയപ്പെട്ട ആ ഒരാൾക്ക് നൽകുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള സ്നേഹം തിരിച്ചു ലഭിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. അതായത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുക. ഒരിക്കലും പ്രണയത്തിന് വേണ്ടി യാചിക്കരുത്. അങ്ങനെ നിങ്ങൾ യാചിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ പിന്നാലെ നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളെ അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തുല്യമായി നിങ്ങൾ നൽകുന്ന വില നിങ്ങൾക്ക് തിരിച്ചു നൽകുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളുടെ സ്നേഹത്തിന് യോഗ്യതയുള്ളതാണോ എന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നതാണ് ഒന്നാമത്തെ പോയിൻ്റ്. പിന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളോട് എപ്പോഴും അവർ കള്ളമാണോ പറയുന്നത് എങ്കിൽ മനസ്സിലാക്കിയിരിക്കുക അവരെ ഒഴിവാക്കേണ്ടതാണ് എന്ന്. അതായത്, പിന്നീട് അങ്ങോട്ട് കൂടുതൽ കള്ളങ്ങൾ പറയുവാൻ മാത്രമേ ചാൻസ് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കള്ളമാണോ പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താണ്? നിങ്ങളിൽ നിന്നു അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മറ്റൊന്ന്, ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. കാരണം ആ സ്നേഹം സത്യമായിരിക്കില്ല. സ്നേഹം ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ടതാണ്. സ്നേഹമുള്ളവർ എപ്പോഴും നിങ്ങളോട് ചേർന്ന് കൊണ്ട് നിൽക്കും, നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ സമയത്തിന് വില കൽപ്പിക്കുക. അതായത്, സ്വയം നമുക്ക് വില കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവരുടെ സ്നേഹത്തിൽ ആ ഒരു സ്നേഹത്തിൽ നിന്ന് ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് വിലയിരുത്തുക. അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സ്നേഹം തുടരുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മുന്നോട്ട് കൂടുതൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? തുടർന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ച് ലഭിക്കുന്നുള്ളൂ. അല്ല മറ്റൊരു തരത്തിലാണെങ്കിൽ അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തുടരുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ പലപ്പോഴായി കുറ്റപ്പെടുത്തുന്ന ആ ഒരു വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ആ സ്നേഹം സത്യം ആയിരിക്കില്ല. അതായത്, പിന്നീട് അങ്ങോട്ടും അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ശരിക്കും സ്നേഹമുള്ളവർ ചെയ്യുന്നത് എന്താണ്? സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ച് നിൽക്കുന്നവരെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക. അതായത്, വലിയ അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. നമുക്ക് കൂട്ടുകൂടാൻ പറ്റുന്ന ആ ഒരു സൗഹൃദമാണോ എന്ന് നോക്കി
മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹിക്കാൻ, പ്രണയിക്കാൻ പറ്റുന്നവരെ മാത്രം പ്രണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ ഉപകാരം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.